characteristic vector, proper, latent or eigenvector. Any non-zero vector x is called a characteristic vector of a matrix A if there is a number lambda such that Ax is equal to lambda x. So, a non-zero vector, a non-zero vector, that is called a characteristic vector of a matrix A if there is a number lambda such that Ax is equal to lambda x. So, Ax is equal to lambda x എന്നുള്ള equation satisfy ചെയ്യുന്ന non-zero വെക്ടറിനെയാണ്, അങ്ങനെ ലാംഡ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ അങ്ങനെയുള്ള non-zero വെക്ടർ എക്സിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എന്ന് പറയുക, അല്ലെങ്കിൽ പ്രോപ്പർ വെക്ടർ, ലാറ്റന്റ് വെക്ടർ, ഐഗൺ വെക്ടർ എന്ന് പറയുക. സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് ആവുന്ന ഒരു non-zero വെക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കറസ്പോണ്ടിങ് നമ്പർ ലാംഡയെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എന്ന് പറയും. Characteristic root of the matrix A corresponding to the characteristic vector x. Characteristic root of the matrix A. Matrix A corresponding to the characteristic value, characteristic vector x. ഈ ക്യാരക്ടറിസ്റ്റിക് റൂട്ടിനെ പ്രോപ്പർ, ലേറ്റന്റ് ഓർ ഐഗൺ വാല്യൂസ് എന്ന് പറയാറുണ്ട്. പ്രോപ്പർ വാല്യൂ ഓർ ലേറ്റന്റ് വാല്യൂ ഓർ ഐഗൺ വാല്യൂ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദാറ്റ് ഓൾസോ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്. ഓക്കെ, if A and B are two matrices such that AB equal to lambda B, then A into the matrix B1, B2 etc. Bn. അവിടെ B1, B2 etc. Bn എന്ന് പറയുന്നത് B1 എന്ന് പറയുന്ന മാട്രിക്സ് ബിയുടെ ഒരു കോളം, ഫസ്റ്റ് കോളം, B2 മാട്രിക്സ് ബിയുടെ സെക്കൻഡ് കോളം. അപ്പോൾ കോളംസ് ഓഫ് ബി ആണ് B1, B2 എന്ന് പറയുന്നത്. കോളംസ് ഓഫ് ബി. എ ബി ഈക്വൽ ടു ലാംഡ ബി ആണെങ്കിൽ എ ഇൻറ്റു B1, B2 etc. Bn ഈക്വൽ ടു ലാംഡ ഇൻറ്റു B1, B2 matrix B1, B2 etc. Bn. This is our matrix B. Okay, നമുക്ക് സപ്പോസ് ഒരു എ ഒരു 2/2 matrix ആണെന്ന് വിചാരിക്കാം. 2/2 matrix. അതിപ്പം 4 elements ആണ് ആയിരിക്കാം, 2 റോയും 2 കോളവും. എൻ്റെ ബി ഒരു 2/3 matrix ആണെന്ന് വിചാരിക്കാം, 2/3. അപ്പോൾ 2 റോസും 3 കോളംസും. എ ബി എന്ന് പറയുന്നത് 2/3 മെട്രിക്സ് ആയിരിക്കും. സോ എ ബി എന്ന മെട്രിക്സ് 2/3 മെട്രിക്സ് എ ബി. നമുക്ക് എ ബിയുടെ 2/3 മെട്രിക്സ് ആണ്, 2 റോയും 3 കോളവും. എ ബിയുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളവും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നു. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് എ ഇൻറ്റു ബിയുടെ ഫസ്റ്റ് കോളം ആഡ് ചെയ്താൽ എലമെൻ്റ് കിട്ടും. എയുടെ ഫസ്റ്റ് റോയും ബിയുടെ ഫസ്റ്റ് കോളം ആഡ് ചെയ്താൽ, അതായത് എയുടെ സെക്കൻഡ് റോയും ബിയുടെ ഫസ്റ്റ് കോളം ആഡ് ചെയ്താൽ ഇത് സെക്കൻഡ് എലമെൻ്റ് കിട്ടും. അതായത് എ എന്ന മെട്രിക്സും ബിയുടെ ഫസ്റ്റ് കോളവും, അതായത് B1 എന്ന് വിളിച്ചാൽ B1 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക എ ബിയുടെ ഫസ്റ്റ് കോളം. എ ഇൻറ്റു B1 ആണ് എ ബിയുടെ ഫസ്റ്റ് കോളം. ഇനി എ ബിയുടെ സെക്കൻഡ് കോളം നോക്കിക്കേ, എ ഇൻറ്റു ബിയുടെ സെക്കൻഡ് കോളം. അതായത് ഈ എലമെൻറ്റ് കിട്ടണമെങ്കിൽ എയുടെ ഫസ്റ്റ് റോയും ബിയുടെ സെക്കൻഡ് കോളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് ഈ എലമെൻറ്റ് കിട്ടുക. അതുപോലെ എയുടെ സെക്കൻഡ് റോയും ബിയുടെ സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താലാണ് ഈ എലമെൻറ്റ് കിട്ടുക. അതായത് എ എന്ന മാട്രിക്സും ബിയുടെ സെക്കൻഡ് കോളവും B2 അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് AB1 ഇതിൻ്റെ സെക്കൻഡ് കോളം, എയും ബിയുടെ സെക്കൻഡ് കോളമാണ് മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് കിട്ടുക. എ ബി എന്ന മാട്രിക്സിൻ്റെ സെക്കൻഡ് കോളം ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എയും ബിയുടെ ഫസ്റ്റ് കോളമാണ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. അതായത് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നു. എയും ബിയുടെ ഫസ്റ്റ് കോളമാണ് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബിയുടെ ഫസ്റ്റ് കോളം, എ ബി എന്ന മാട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം, ഇനി എ ബി എന്ന മാട്രിക്സിൻ്റെ സെക്കൻഡ് കോളം എക്സെട്ര എ ബി എന്ന മാട്രിക്സിൻ്റെ nth കോളം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു
ലാംഡ ഇൻറ്റു ലാംഡ ഒരു സ്കെയിലറാണ് ലാംഡ ഇൻറ്റു ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഇത് മെട്രിക്സ് ബി ആണ് അതിൻ്റെ കോളംസ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ലാംഡ ഇൻറ്റു ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ആ ലാംഡ കൊണ്ട് അതിൻ്റെ ഓരോ എലമെൻസിനെ മൾട്ടിപ്ലൈ ആണ് സോ ദിസ് ഈസ് സെയിം ആസ് ലാംഡ ബി വൺ ഫസ്റ്റ് കോളത്തെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു സെക്കൻഡ് കോളത്തെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എക്സെട്ര nth കോളത്തെ ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഓക്കെ സോ ഇത് രണ്ട് മെട്രിക്സ് ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോളംസ് ഈക്വൽ ആവണം ദെൻ ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം എക്സ്ട്രാ nth കോളം ഇത് സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം എക്സ്ട്രാ nth കോളം ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോളംസ് ഈക്വൽ ആയിരിക്കണം സോ നമുക്കിത് എ ബി വൺ ഈക്വൽ ടു ലാംഡ ബി വൺ ആയിരിക്കണം അതുപോലെ എ ബി ടു എ ബി ടു ഈക്വൽ ടു ലാംഡ ബി ടു ആയിരിക്കും എക്സെട്ര എ ബി എൻ ഈക്വൽ ടു ലാംഡ ബി സോ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയേ എ ബി വൺ ഈക്വൽ ടു ലാംഡ ബി വൺ ബി എന്ന മെട്രിക്സിൻ്റെ കോളംസ് ആണ് ബി വൺ ബി ടു എക്സെട്ര ബി വൺ സോ ബിയുടെ നോൺ സീറോ കോളംസ് എല്ലാം ഏതൊക്കെ കോളംസ് ആണോ നോൺ സീറോ ആയിട്ട് വരുന്നത് ഫുൾ സീറോ വരരുത് അങ്ങനെ വരുന്ന ഏതൊക്കെ കോളംസ് ആണോ ആ കോളംസ് എല്ലാം ഇവിടെ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ആണ് ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് വരുന്ന നോൺ സീറോ എക്സുകളാണ് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് എ ബി വൺ ഈക്വൽ ടു ലാംഡ ബി വൺ അങ്ങനെ വരുന്ന ബി വൺ നോൺ സീറോ ആണെങ്കിൽ ദാറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ ഓഫ് ദി മെട്രിക്സ് എ കറസ്പോണ്ടിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ലാംഡ അതുപോലെ എ ബി ടു ഈക്വൽ ടു ലാംഡ ബി ടു ആണ് അപ്പോൾ ബി ടു നോൺ സീറോ ആണെങ്കിൽ ബി ടു ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റർ ഓഫ് ദി മെട്രിക്സ് എ കറസ്പോണ്ടിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ലാംഡ ഓർ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് ലാംഡ അതുപോലെ എക്സെട്ര ബി എൻ നോൺ സീറോ ആണെങ്കിൽ അപ്പോൾ ബിയുടെ ഏതൊക്കെ കോളംസ് ആണ് നോൺ സീറോ ആ കോളംസ് എല്ലാം ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ആണ് കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് ഓഫ് ദി മെട്രിക്സ് എ ആണ് കറസ്പോണ്ടിങ് ടു ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ലാംഡ അപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ലാംഡയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക് വെക്റ്റേഴ്സ് വരാം ഓക്കെ ഡിറ്റർമിനേഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് ആൻഡ് വെക്റ്റേഴ്സ് ഇഫ് ലാംഡ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് lambda is a characteristic root and x be the corresponding characteristic vector of a matrix A. Then we know that x is equal to lambda x. So lambda characteristic vector ആണെങ്കിൽ x characteristic vector ആണെങ്കിൽ x ഒരു നോൺ സീറോ വെക്ടർ ആണ് and x is equal to lambda x. x is equal to lambda x ആണെങ്കിൽ it implies x is equal to lambda into identity matrix into x. lambda I into x എന്ന് എഴുതാമല്ലോ identity matrix കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം മെട്രിക്സ് തന്നെയായിരിക്കും which implies x minus lambda I into x is equal to 0. മൈനസ് ചെയ്താൽ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ് സോ ഇത് മൈനസ് ചെയ്താൽ സീറോ മെട്രിക്സ് വിച്ച് ഇംപ്ലൈസ് എ മൈനസ് ലാംഡ ഐ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് സോ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നൊരു ഹോമോജീനിയസ് ഇക്വേഷൻ അതിന് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓൾവേസ് ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ഇതിന് നോൺ സീറോ സൊല്യൂഷൻ വേണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആയിരിക്കണം എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഹോമോജീനിയസ് ഇക്വേഷന് എക്സ് ഇസ് ഈക്വൽ ടു 0 ഓൾവേസ് അതിൻ്റെ സൊല്യൂഷനാണ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് എപ്പോഴും ഓൾവേസ് അതിൻ്റെ സൊല്യൂഷനാണ് ഇതല്ലാതെ നോൺ സീറോ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ വേണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 ആയിരിക്കണം അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസും നമ്പർ ഓഫ് ഇക്വേഷൻസും റാങ്ക് ഓഫ് എ ഈക്വൽ ആയിരിക്കും ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്പർ ഓഫ് അൺനോൺസും റാങ്ക് ഓഫ് എ ഈക്വൽ ആയിരിക്കും ഇത് ഈക്വൽ ആണെങ്കിൽ അതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ വരൂ ഇനി റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 6 ആയിട്ട് എടുത്താൽ നമ്പർ ഓഫ് അൺനോൺസ് എന്നും ആണെങ്കിൽ റാങ്ക് ഓഫ് എനേക്കാൾ ലെസ് ആണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ 0 വന്നാൽ n - r ഇൻഡിപെൻഡൻസ്
ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഇതാണ്. ഈ സെക്ഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണെങ്കിൽ റാങ്ക് എന്നേക്കാൾ ലെസ് ആയിരിക്കും. ഇപ്പോൾ n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഇതാണ്. അപ്പോൾ ഇവിടെ എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷനാണ്. ഇവിടെ എയുടെ പ്ലേസിൽ ഇവിടെ എ മൈനസ് ലാംഡ ആണെന്ന് മാത്രം. സോ ഇതിനൊരു നോൺ സീറോ സൊല്യൂഷൻ, ഒരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആയിരിക്കണം. അതായത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇവിടെ നമുക്ക് എക്സ് ക്യാരക്ടറിസ്റ്റിക് വെക്ടറാണ്. എക്സ് ഓൾവേസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ അതിനൊരു നോൺ സീറോ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് എക്സ് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആവണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ 0 ആയിരിക്കണം. എക്സ് ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആണെങ്കിൽ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ 0 വരും. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ 0 വരുന്ന ഏത് ലാംഡയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ആയിരിക്കും എക്സ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ 0 വരുന്ന ലാംഡാസ് നമുക്ക് നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക ഒരു ഇക്വേഷനാണ്. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ കാണുമ്പോൾ നമുക്ക് കിട്ടുക ഒരു പോളിനോമിയൽ ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ എ ഒരു n/n മെട്രിക്സ് ആണെങ്കിൽ ഒരു nth ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ടായിട്ട് വരുന്ന ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 വരിക എന്ന് പറഞ്ഞാൽ ലാംഡ അതിൻ്റെ ഒരു റൂട്ടായിരിക്കണം. ആ പോളിനോമിയൽ ഇക്വേഷൻ്റെ ഇവിടുത്തെ വേരിയബിളാണ് ലാംഡ. അപ്പോൾ ലാംഡ ഏതൊക്കെ ലാംഡയ്ക്കാണ് ഇത് 0 വരുന്നത് ആ ലാംഡാസ് എല്ലാം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആയിരിക്കും. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് എക്സ് ഐ ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് എക്സ് ഐ ഈക്വൽ ടു 0 എന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ടായിട്ട് വരുന്ന ഏതൊക്കെ ലാംഡാസ് ആണോ റൂട്ടായിട്ട് വരുന്നത് അതെല്ലാം ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് എക്സ് ഐ ഈക്വൽ ടു 0 എന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെയാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുക. Thus, every characteristic root lambda of a matrix A is a root of its characteristic equation A minus xi. Determinant of A minus xi equal to 0. ഏത് ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എടുത്താലും ദാറ്റ്സ് എ റൂട്ട് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ടാണ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് അല്ല, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ്. തിരിച്ച് നോക്കാം. കോൺവെക്സ് പാർട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്. സബ് കോൺവെക്സ്ലി if lambda is a characteristic root, lambda is any root, not characteristic root, lambda is any root of an equation. If lambda be any root of the equation determinant of a minus xi equal to 0. ലാംഡ ഇതിൻ്റെ റൂട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് എക്സ് റൂട്ടാണ് അതിൻ്റെ ലാംഡ എക്സ് എന്നത് ലാംഡ കൊടുക്കാം. ലാംഡ ഈക്വൽ ടു 0 കിട്ടും. ഇനി ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണെങ്കിൽ എ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഹോമോജീനിയസ് ഇക്വേഷന് ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആണെങ്കിൽ അതിനൊരു നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഒരു നോൺ സീറോ വെക്ടർ എക്സ് അതിൻ്റെ റൂട്ടായിട്ട് വരും. സോ ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ 0 ആണെങ്കിൽ ഇതിനൊരു നോൺ സീറോ സൊല്യൂഷൻ എ മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന് ഒരു നോൺ സീറോ സൊല്യൂഷൻ എക്സ് എക്സിസ്റ്റ് ചെയ്യും. നോൺ സീറോ സൊല്യൂഷൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 വരുന്ന ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ എക്സ് മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ എഴുതാം. അങ്ങനെ നോൺ സീറോ എക്സ് എക്സിസ്റ്റ് ചെയ്യും. ദിസ് ഇംപ്ലൈസ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഇംപ്ലൈസ് എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ്. എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് വരുന്ന ഒരു നോൺ സീറോ എക്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് വരുന്ന ഒരു നോൺ സീറോ എക്സ് ഉണ്ടെങ്കിൽ ദാറ്റ് എക്സ് ഇസ് കോൾഡ് the characteristic vector. So lambda determinant of a minus lambda xi equal to 0 യുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട് ആണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സിസ്റ്റ് ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ റൂട്ട് ലാംഡ ഇതിൻ്റെ റൂട്ടാണെങ്കിൽ കറസ്പോണ്ടിങ് നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എക്സ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ലാംഡ ഒരു ക്യാരക്ടറിസ്റ്റിക് റൂട്ടാണ്. So we have to conclude that every root of the characteristic equation of a matrix is a characteristic root of the matrix. So characteristic equation roots alla characteristic roots ആയിരിക്കും. Okay. If A be an n-rowed square matrix, the matrix A is an n-rowed square matrix ആണെങ്കിൽ n-rowed matrix, square matrix ആണെന്ന് പറഞ്ഞില്ല. But if A be an n-rowed matrix, then determinant of A minus xi equal to 0 എന്ന് പറയുന്ന ഒരു nth ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കും. nth ഡിഗ്രി ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. സോ ഒരു nth ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷന് n റൂട്ട്സ് കാണും. സോ നമുക്ക് ഒരു n-rowed സ്ക്വയർ മാട്രിക്സിന് n ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കാണും. ഒരു n-rowed സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്, അതായത് ലാംഡയ്ക്ക് n ഡിഫറെൻറ്റ് വാല്യൂസ് കാണും. n വാല്യൂസ് അതിലെല്ലാം ഡിഫറെൻ്റ് ആവണമെന്നില്ല. മേ നോട്ട് ഓൾ ഡിസ്റ്റിൻക്റ്റ്, മേ ബി സം വാല്യൂസ് ആർ ഈക്വൽ. ഇപ്പോൾ ഒരു n-rowed സ്ക്വയർ മാട്രിക്സിന് n ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കാണും. ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എല്ലാം ഡിസ്റ്റിൻക്റ്റ് ആവണം നിർബന്ധമില്ല, സം റൂട്ട്സ് ഈക്വൽ ആവാം. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് സ്പേസ് of a matrix. Space of a matrix. Characteristic space. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കണ്ടു. ഒരു മാട്രിക്സ് എ കൺസിഡർ ചെയ്താൽ അതിന് നമുക്ക് ഒരു n-rowed മാട്രിക്സ് ആണെങ്കിൽ n ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് കാണുമെന്ന് പറഞ്ഞു. നമ്മൾ Ax is equal to 0 എന്നൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അവിടെ n അൺനോൺസും എയുടെ റാങ്ക് 6 ആണെങ്കിൽ n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് കാണുമെന്ന് പറഞ്ഞിരുന്നു. ഈ കേസിലാണെങ്കിൽ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ് എന്ന് പറയുന്നത് A minus xi, ഡിറ്റർമിനന്റ് ഓഫ് A minus xi അല്ലെങ്കിൽ A minus lambda into x is equal to 0. ഈ ഇക്വേഷൻ്റെ റൂട്ടായിട്ട് വരുന്ന ലാംഡാസ് ആണ്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ്, കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. അപ്പോൾ നമുക്കിതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് A minus lambda ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ്റെ റൂട്ടായിട്ട് വരുന്ന ലാംഡാസ് ആണ് ഇവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്സ്. ഇപ്പോൾ Ax is equal to 0 എന്ന ഇക്വേഷന് n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A minus lambda ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ ഇതിന് നമുക്ക് ഇതിൻ്റെ റാങ്ക്, ഈ മെട്രിക്സിൻ്റെ റാങ്ക് നോക്കുക. ഈ മെട്രിക്സിൻ്റെ റാങ്ക് 6 ആണെങ്കിൽ അതുപോലെ n അൺനോൺസും ഉണ്ടെങ്കിൽ ഇതിന് n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് കാണും. n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് ഡിറ്റർമിനന്റ് നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യുക. ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷന് ഈ മെട്രിക്സിൻ്റെ റാങ്ക് 6ഉം നമ്പർ ഓഫ് അൺനോൺസ് n ആണെങ്കിൽ n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ് കാണും. സോ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ്, n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ്, ഈ സൊല്യൂഷൻസ് അടുത്ത സൊല്യൂഷൻസ് ആണെങ്കിൽ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എല്ലാം ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. സോ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എല്ലാം ഇതിൻ്റെ കൂടെ 0 വെക്ടർ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ദാറ്റ്സ് എ സബ് സ്പേസ് ഓഫ് Vn of C. set of complex numbers. Vn of C യുടെ സബ് സ്പേസ് ആയിരിക്കും ഈ സൊല്യൂഷൻ സ്പേസ്, സബ് സ്പേസ് Vn of C യുടെ സബ് സ്പേസ്. ഇതിൻ്റെ കൂടെ 0 വെക്ടർ കൂടി, 0 വെക്ടർ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ അല്ല, ആ 0 വെക്ടർ കൂടി ആഡ് ചെയ്താൽ ദാറ്റ്സ് എ സബ് സ്പേസ് ഓഫ് Vn of C. That subspace is called characteristic space of the matrix A. മെട്രിക്സ് എയുടെ ക്യാരക്ടറിസ്റ്റിക് സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് ആ n മൈനസ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസും അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസ് എല്ലാം സൊല്യൂഷൻസ് ആയിരിക്കും. അതും 0 വെക്ടർ കൂടി x is equal to 0 വരുന്ന വെക്ടർ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ that's a subspace of Vn of C. That subspace is called characteristic space of the matrix A. Okay, actually that is it is the null space of the matrix A minus lambda. A minus lambda എന്ന മെട്രിക്സിൻ്റെ null space ആണ് ഈ characteristic space എന്ന് പറയുന്നത്. Okay.